Namaste. Welcome to our channel, The Wheel of Fortune 7/7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ്, അവരെന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത് അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഒരു കാർഡ് താഴെ പോയി, അപ്പോൾ നമുക്ക് വേറൊരു കാർഡ് എടുക്കാം. അല്ല, ഞാൻ അത് തന്നെ എടുക്കാം. എനിക്ക് റീഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഡെത്ത് കാർഡിൻ്റെ കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഇൻഡ്യൂഷൻ പറഞ്ഞാണ്, അതുപോലെ തന്നെ ഡെത്ത് കാർഡാണ് ഇവിടെ താഴെ വീണിട്ടുള്ളത്. ഗിവ് മീ 2 cards ഡിവൈൻ. ഗിവ് മീ ഓൺലി 2 cards. ഗിവ് മീ ഓൺലി 2 cards ഡിവൈൻ. 2 cards പ്ലീസ്. ഓക്കെ, 7 of Pentacles, Magician. കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൗണ്ടറി നിങ്ങളുടെ അടുത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജസ് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഈ ഒരു ടൈമിൽ. ഒരു പക്ഷേ റിലേഷൻ എൻഡിങ് സ്റ്റേജിലായിരിക്കാം, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എനർജീസ്. എഫേർട്ട് എന്നുള്ളത് ഒരു വ്യക്തിയിൽ നിന്ന്, അതായത് ഒന്നെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കും എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പം എഫേർട്ടാണ് ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു തരത്തിലുള്ള റെസ്പോണ്ടും ഇല്ല എന്നുള്ളതാണ്. ആളിങ്ങനെ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കേ, എന്താണെന്നറിയോ, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ. സോറി. അപ്പം ഒരാൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിലേഷനിൽ കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. മാനിഫെസ്റ്റ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ എഫോർട്ട് എടുക്കുന്നത്. ചിലരൊക്കെ ആക്ഷൻ വൈസ് എഫോർട്ട് എടുക്കുന്നുണ്ടാവില്ല. മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക്. ആ ഒരു എനർജീസാണ് എനിക്ക് കറണ്ട് സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ആൾ നിങ്ങളുടെ എഫോർട്ട് കണ്ടില്ല എന്നുള്ളൊരു എനർജി അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷൻ എൻഡിങ് എനർജിയിൽ തന്നെ നിൽക്കുകയാണ്. ലൈക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷൻ വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളൊരു തോട്ട്സിലാണ് ആളിവിടെ നിൽക്കുന്നത്. വൈ ഹിയർ ഈസ് ഡെത്ത് ഡിവൈൻ? വൈ ഹിയർ ഈസ് ഡെത്ത്? പ്ലീസ് ക്ലാരിഫൈ ഡെത്ത് കാർഡ്. ഒരു സഡൻ ടവർ മൂവ്മെൻ്റ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം സഡൻലി ട്രിഗർ ആയിട്ടുണ്ടാവാം. അപ്പം ആ ഒരു കാര്യം ട്രിഗർ ആയതുകൊണ്ട് തന്നെ ആളിവിടെ പെട്ടെന്ന് ഡയറക്റ്റ് ഓക്കെ ഫൈൻ റിലേഷൻ എൻഡ് ചെയ്തേക്കാം എന്നുള്ളൊരു മട്ടിലും ഭാവത്തിലും ആളിവിടെ നിന്നിട്ടുണ്ടാവാം. വൈ ഹിയർ ഈസ് ഡെത്ത്? ട്രാവലിംഗ് കാർഡ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തത്. അപ്പം ഇപ്പോൾ ആൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എബ്രോഡേക്ക് പോയിട്ടുണ്ടാകും. നാട്ടിൽ ഇപ്പോൾ ആൾ ഉണ്ടാവില്ല, എബ്രോഡായിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആയിരിക്കാം. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ എന്തായാലും ഇവിടുന്ന് പോയി. ഓക്കെ, ഓൾറെഡി ഞാൻ ഇവിടുന്ന് എന്തായാലും പോയി, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സാഹചര്യങ്ങളുമായ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു രീതിക്ക് ജീവിക്കാം എന്നുള്ളൊരു തോട്ട്സാണ് ഈ ഒരു വ്യക്തിയിൽ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസ് എന്താണോ, ഒരു സിറ്റുവേഷൻസിനെ പാസ്റ്റാക്കി വിട്ടിട്ട് എന്താ പറയുക, മുന്നോട്ടേക്ക് നന്നായിട്ട് എന്താ പറയുക, മുന്നോട്ടേക്ക് ഈ റിലേഷനെ കുറിച്ചിട്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ ഇപ്പം ജസ്റ്റ് അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുകയാണ് ആൾ. തൽക്കാലം ഈ ഒരു റിലേഷനെ കുറിച്ചുള്ള തോട്ട്സ് ആളുടെ മൈൻഡിലില്ല. ടു ബി ഹോണസ്റ്റ്, തൽക്കാലം ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഈ റിലേഷനില്ല. നിങ്ങൾ നന്നായിട്ട് ഇന്നോവോക്സ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഒത്തിരി നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് റിലേഷനെ കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റീസ്, നിങ്ങൾക്ക് ഒരു ഇന്നർ പീസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നോവോക്സ് ചെയ്യുന്നുണ്ടാവാം, നല്ല രീതിക്ക് ഇന്നോവോക്സ് ചെയ്യുന്നുണ്ടാവും. രാവിലെയും വൈകിട്ടും ഒക്കെ ഇരുന്നിട്ട്. നല്ല ജലദോഷമാണ് എനിക്ക് കേട്ടോ. ചേഞ്ചിൻ്റെ കാർഡാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്.
അപ്പം ഈ ഒരു ചേഞ്ചിൻ്റെ കാർഡ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൻ യാങ് ആണ് ഇതിൻ്റെ സെൻറ്ററിൽ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു സ്പേസിൽ ഇന്നൻ യാങ് ആണ് വന്നിട്ടുള്ളത്. അപ്പം 10 നമ്പറാണ് ഇതിന് വന്നിട്ടുള്ളത്. 10 മീൻസ് എന്താണ്? കംപ്ലീഷൻ, ചേഞ്ച്, സ്റ്റാർട്ടിങ്, സംതിങ് ന്യൂ. അപ്പം ഈ ഒരു റിലേഷനിൽ ഇവിടെ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇന്നർ വർക്ക്സ് എന്താണോ, നിങ്ങൾ പ്രേയേഴ്സ് ആയിരിക്കാം ചെയ്യുന്നുള്ളത്, എന്താണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് ഒരു ഫലം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. കാരണം എന്താണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രെയർ, അതിൻ്റെ എഫേർട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിനുള്ള പോസിബിലിറ്റീസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ റിലേഷനെ വേറൊരു രീതിയിൽ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. ഇതുവരെ എങ്ങനെയാണെങ്കിലും ലൈക്ക് ഇതുവരെ നിങ്ങൾ ചേസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ റിലേഷനിൽ ആവശ്യം. കാരണം നമ്മളിപ്പം ഒരു റിലേഷനിൽ കുറേ എഫേർട്ടുകൾ എടുക്കുന്നു, നമ്മളതിന് ലാസ്റ്റ് എക്സോസ്റ്റഡ് ആകത്തില്ലേ? ആ ഒരു എക്സോഷൻ്റെ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ടയേർഡാണ്. കാരണം ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല. എന്ത് ചെയ്താലും നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഡിവൈൻ പവർ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു മട്ടും ഭാവത്തിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതിന് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. കാരണം ഫൈനലി നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഡസൻറ്റ് മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും വ്യൂവേഴ്സ് ഉറപ്പായിട്ടും ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളെ ചൂസ് ചെയ്തിരിക്കുകയാണ് ഓവർ ദിസ് റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് മാറ്റർ അല്ല എന്നുള്ളതല്ല, കാരണം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത് നിർത്തി. ഓക്കെ, അപ്പം ആ ഒരു എനർജിയിലാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ്. ആ ഒരു സെൽഫ് ലവ് എന്നുള്ള ചിലർ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സെൽഫ് ലവ് ചെയ്യുമല്ലോ. അപ്പം നമുക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു എനർജിയിൽ മാനിഫെസ്റ്റ് ആവും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു എനർജി ആവാം ചിലർക്കൊക്കെ ഇവിടെ. ഒരു അടിപൊളി എനർജീസാണ്. 10 ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്ലേഫുൾനെസ്, ഇവർ ഒത്തിരി അധികം മൈൻഡ് ഗെയിംസ് നിങ്ങളുടെ അടുത്ത് കളിച്ചിട്ടുണ്ട്. ഒത്തിരി അധികം മൈൻഡ് ഗെയിംസ്, ഒരു സീരിയസ്നെസ്സില്ല, ഒരു ക്ലെവർ എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയിലായിരിക്കും പലപ്പോഴും ഈ ഒരു വ്യക്തി ഇവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ എന്തോ ഒരു സീരിയസ്നെസ് ഇല്ലാതെ ചുമ്മാ ഒരു മട്ടിലിരിക്കുക, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു വ്യക്തിക്ക് വളരെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇന്നർ വർക്ക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർത്തും വാല്യൂയും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവാൻ പോവുകയാണ്. ഇവർക്ക് ഫീൽ ചെയ്യാൻ പോവുകയാണ്. ലൈക്ക് നിങ്ങളില്ലാത്ത ഒരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷൻസ്, അത് ആളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻകംപ്ലീഷൻ്റെ എനർജിയാണ് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറാണ് ആൾക്ക് എന്നുള്ളൊരു തോട്ട്സ് ആൾക്ക് വെരി സൂൺ വരാൻ പോവുകയാണ്. എനിക്ക് ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുള്ളത്. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഒരാഴ്ച കഴിയുമ്പോൾ പനിയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് വീഡിയോസ് ഇടാത്തത് കേട്ടോ, മനഃപൂർവ്വമല്ല. എന്തെങ്കിലും ഞാൻ തിരക്കായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിരിക്കും. പൊളിറ്റിക്സ്, ഈ പൊളിറ്റിക്സിൻ്റെ കാർഡ് മൈൻഡ് ഗെയിംസിനെയാണ് കാണിക്കുന്നുള്ളത്. ഒരു പക്ഷേ ഇവിടെ വളരെ കുറച്ച് പേരൊക്കെ ഇവിടെ ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം ഉള്ളത്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും സോൾ ടു സോൾ കണക്ഷൻസ്, സ്പിരിച്വൽ കണക്ഷൻസ് ഒക്കെ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ വ്യക്തിയായിട്ട്. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം സെൽഫ് ലവ് ആണ്. ബിക്കോസ് നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നല്ല, നമ്മുടെ ചുറ്റുമുള്ള ഒരു വ്യക്തി പോലും നമുക്കൊരു വാല്യൂ തരത്തില്ല. ഇവൻ അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, തേർഡ് പേഴ്സൺ ആയിക്കോട്ടെ, വാല്യൂ തരില്ല. ഒരു വ്യക്തിയും വാല്യൂ തരില്ല. നമ്മളെ സ്നേഹിച്ചാൽ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കിയാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ആവും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലൈക്സ് അട്രാക്ട് ലൈക്ക് എന്നല്ലേ? ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്നെ കഴിഞ്ഞ് ലോ ഓഫ് അട്രാക്ഷനൊക്കെ അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഈ റീഡിങ്സ് കാണുന്നുണ്ടാവും ഒരു പക്ഷേ. ഗിവ് മീ വൺ കാർഡ്. ആക്ഷൻസ് വെരി സൂൺ വരുന്നുണ്ടാവും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും കുറച്ച് പേരൊക്കെ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓൺ ആൻഡ് ഓഫ് എനർജിയിലായിരിക്കാം റിലേഷൻ ഇതുവരെ നിന്നിട്ടുള്ളത്. ബട്ട് അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ബിക്കോസ് ഇനി വന്നാലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. എക്സ്പെക്റ്റ് ചെയ്യാതെ, നിങ്ങൾ ടോട്ടലി ഈ ഒരു വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു ടൈമിലായിരിക്കും ഈ ഒരു വ്യക്തി സഡൻലി ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്ത് നിങ്ങൾ പഴയതുപോലെ ട്രാക്കിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലെവർ എനർജിയിലാണെന്ന്, അങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എനർജി ലോ ആക്കാൻ പാടില്ല ഒരു വ്യക്തിക്ക് വേണ്ടി. നിങ്ങൾ വരുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഒരു വ്യക്തി നിങ്ങൾ ക്ലെവർ ആവണം.
ഓക്കെ, നിങ്ങൾ ക്ലവർ ആവണം. സോറി, റോങ് ജോക്ക് പറഞ്ഞതിന് സോറി കേട്ടോ. Give me 2 cards. Seize the moment as your plans for success. ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് കേട്ടോ. നിങ്ങളിപ്പം ചെയ്തിരിക്കുന്ന ഇന്നോവോക്സ് ആണെങ്കിലും നിങ്ങൾ പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവും, ദുആ ചെയ്യുന്നുണ്ടാവും, എന്ത് ചെയ്താലും മാനിഫെസ്റ്റ് ആവാം, ലോ ഓഫ് അട്രാക്ഷൻ ട്രൈ ചെയ്യും. അതിൻ്റെയൊക്കെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ക്ഷമ വേണം അതിന്. വെറുതെ പറ്റില്ല, ക്ഷമ വേണം. ക്ഷമയുടെ ഫലം എപ്പോഴും മധുരമാണ്. ഫ്യൂച്ചറിൽ ഈ റിലേഷനിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും, സക്സസ്സും ഉണ്ടാവും. ഓക്കെ, മേജർ ചേഞ്ച് റിലേഷനിൽ വരാൻ പോവുകയാണ്. സോ ട്രസ്റ്റ് മീ യൂണിവേഴ്സ്. എന്നെയും ട്രസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിനെയും ട്രസ്റ്റ് ചെയ്യാം. ഒരു 50% ഒരു 90% ആളുകൾക്കും ഇവിടെ ഈ റിലേഷനിൽ ഫ്യൂച്ചറിലൊരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ഇന്നോക്സ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇന്നോക്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നത്. ഒരു സെൽഫ് ലവിനെ കുറിച്ചെങ്കിലും ചിന്തിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഓക്കെ, അപ്പം നമ്മൾ എന്തായിരുന്നു, നമ്മളൊരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഗീവ് അവേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് റീഡിങ് വന്നിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ഡീറ്റെയിൽഡ് റീഡിംഗ് ആണ് കേട്ടോ, ഫുൾ റീഡിങ്സ് ആണ് റിലേഷൻഷിപ്പിന് നമുക്കത് വരുന്നുള്ളത്. ഞാനത് കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റീഡിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാം കേട്ടോ. അതൊരു 30-ാം തീയതി വരെയൊക്കെ ഉണ്ടാവും. അതിനു മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുക. യാ, താങ്ക് യു.